ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാക്കേഴ്സ് ഹാക്കേഴ്സ് എന്ന് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകത്തില്ല. കാരണം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് ഹാക്കിംഗ് അല്ലെങ്കിൽ ഹാക്കേഴ്സ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ ടോപ്പിക്ക് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഹാക്കേഴ്സ് നമ്മളുടെ സോഷ്യൽ മീഡിയാസ് ഹാക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. ഇതിൻ്റെ അവസാനം നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സോഷ്യൽ മീഡിയത്തെ പാസ്വേഡ് സ്ട്രോങ് ആയിട്ട്, അതായത് അത്രയും തകർക്കാൻ പറ്റാത്ത ഒരു അടിപൊളി പാസ്വേഡ് എങ്ങനെയാണ് ഉള്ളതെന്ന് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡിൽ കാണുന്ന ബെല്ലൈക്കനോട് ഞെക്കി വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഹാക്കേഴ്സിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തന്നെ പറയാം. ഹാക്കേഴ്സ് മെയിൻലി 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ഇല്ലീഗൽ ഹാക്കേഴ്സും ഒന്ന് ലീഗൽ ഹാക്കേഴ്സും. ലീഗൽ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ നന്മയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ലീഗൽ ഹാക്കേഴ്സ്. പിന്നെയുള്ളത് ഇല്ലീഗൽ ഹാക്കേഴ്സാണ്. ഇല്ലീഗൽ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈമിന് വേണ്ടി, അതായത് കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ടീം ഓഫ് ആൾക്കാരെയാണ് നമ്മൾ ഇല്ലീഗൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവർ വലിയ വലിയ ബാങ്ക് മോഷണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെറിയ ഇൻഫർമേഷൻസ് വെച്ച് ചെയ്തെടുക്കുന്ന ടീമാണ് ഇല്ലീഗൽ ഹാക്കേഴ്സ്. അതെല്ലാം പോട്ടെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. നമ്മുടെ ടോപ്പിക്ക് എങ്ങനെയാണ് നമ്മളുടെ ഫേസ്ബുക്ക് ID പോലെയുള്ള ഫേസ്ബുക്ക് പാസ്വേഡ് പോലെയുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് ഇവർ ചോർത്തിയെടുക്കുന്നതാണ് നമ്മളുടെ ടോപ്പിക്. അപ്പോൾ നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം. എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ കോൺസെപ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളിത് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഗായ്സ്, നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾ ഇപ്പോൾ ഒരു ന്യൂ യൂസറാണ്, ഫേസ്ബുക്കിലോട്ടുള്ള ഒരു ന്യൂ യൂസറാണ്. നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന നേരം നിങ്ങളോട് കുറച്ച് പേഴ്സണൽ ഇൻഫർമേഷൻസ് ഫേസ്ബുക്ക് ചോദിക്കുന്നതാണ്. എക്സാമ്പിൾ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ജെൻഡർ, അത്തരത്തിലുള്ള ചെറിയ ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങളുടെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ചോദിക്കും. കൂടാതെ നിങ്ങളുടെ പാസ്വേഡും ചോദിക്കും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ പേര്, ഏജ്, അതുപോലെ തന്നെ ജെൻഡർ, ഇത്തരത്തിലുള്ള കാര്യം, ഫോൺ നമ്പർ മെയിനാണ്. ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇതെല്ലാം പാസ്വേഡ് അടക്കം ഫേസ്ബുക്കിൻ്റെ ഡാറ്റാ സെർവറിലോട്ട് പോകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, ഏജ്, ജെൻഡർ ഇതെല്ലാം പ്ലെയിൻ രൂപത്തിലായിരിക്കും അങ്ങോട്ട് പോവുക. പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ പേര് ഗൗതം എന്നാണെങ്കിൽ ഗൗതം എന്നുള്ളത് കറക്റ്റ് സെർവറിലോട്ട് എത്തുമ്പോഴും ഗൗതം എന്ന് തന്നെയോ, അതിന് മാറ്റമൊന്നും വരത്തില്ല. പക്ഷേ പാസ്വേഡിൻ്റെ കാര്യം അങ്ങനെയല്ല. പാസ്വേഡ് ഇപ്പം നിങ്ങൾ ടെസ്റ്റ് 1 2 3 എന്നാണ് നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവർ ഇങ്ങോട്ടെത്തുമ്പോൾ, അതായത് ഫേസ്ബുക്കിൻ്റെ സെർവറിലോട്ട് എത്തുന്നേരം ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എൻക്രിപ്റ്റഡ് ഫോമിലോട്ട് മാറ്റും. അതായത് ഹാക്കേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻക്രിപ്റ്റഡ് ഫോമിലോട്ട് മാറ്റും. ഇതിനെ പറയുന്നതാണ്, ഈ ഒരു ടെക്നോളജീനെ പറയുന്നതാണ് ഹാഷിംഗ് ആൽഗോരിതം. ഈ ഹാഷിംഗ് ആൽഗോരിതം വെച്ചിട്ട് 4 ലെറ്റേഴ്സ് മാത്രം നിങ്ങളുടെ പാസ്വേഡിൽ ഉള്ളതെങ്കിൽ അതൊരു 16 തൊട്ട് 32 ലെറ്റേഴ്സ് വരെ ആക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു എൻക്രിപ്റ്റഡ്, അതായത് ഒരു സെക്യൂരിറ്റി ടെക്നോളജീനാണ് ഹാഷിംഗ് ആൽഗോരിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടിക്ക് വരെ ഇവർ SE എന്നിടും, എസ്സിന് പകരം SE എന്നിടും. അപ്പോൾ ഇതെല്ലാം ഒരു കോഡ് ഓഫ് ലാംഗ്വേജ് ആണ്. ഇത് റാൻഡമായിട്ട് വരുന്ന കുറച്ച് ഇതാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഒരുപോലെ ആവില്ല. കാരണം ഇപ്പം നിങ്ങളുടെ പാസ്വേഡിൽ T ഉണ്ട്, മനസ്സിലാക്കുക. നിങ്ങളുടെ പാസ്വേഡിൽ T ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പാസ്വേഡിൽ ഒരു T ഉണ്ട്. നിങ്ങളുടെ T ചിലപ്പോൾ SE എന്ന് പറഞ്ഞിട്ടായിരിക്കും സെർവറിലോട്ട് പോയിട്ടുണ്ടാവുക. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ T ചിലപ്പോൾ WA എന്ന് പറഞ്ഞിട്ടാവും സെർവറിലോട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് റാൻഡമായിട്ട് വരുന്നതാണ്. അത് ഒരിക്കലും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു സംഭവമല്ല. അപ്പോൾ ഹാക്കേഴ്സിന് ഒന്നുകൂടി ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ ഒന്ന് ഹാക്ക് ചെയ്തെടുക്കാൻ, അതായത് ക്രാക്ക് ചെയ്തെടുക്കാൻ. പിന്നെയും ഈ ഹാക്കേഴ്സ് ക്രാക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഈ ഹാക്കേഴ്സിനെ ഫേസ്ബുക്കിൻ്റെ സെർവറിലോട്ട് കയറിയിട്ട് നിങ്ങളുടെ മെയിൻ ഇൻഫർമേഷൻസും ഈ എൻക്രിപ്റ്റഡ് പാസ്വേഡും എടുക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ്, ജെൻഡർ ഇത്തരത്തിലുള്ള പ്രൈമറി ഇൻഫർമേഷൻസും കൂടാതെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഹാഷിംഗ് ആൽഗോരിതം വെച്ചിട്ടുള്ള പാസ്വേഡും ഇവർക്ക് സിമ്പിളായിട്ട് എടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവരിതെടുക്കും. എടുത്തിട്ട് മാത്രം കാര്യമില്ല. കാരണം ഈ എടുത്ത ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഇവർ ലോഗിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ലോഗിൻ ആവത്തില്ല. കാരണം ഈ ഇമെയിൽ അഡ്രസ്സും വെച്ചിട്ട്
ഈ പാസ്വേഡ് ഈ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഇവർക്ക് പറ്റത്തില്ല, ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പാസ്വേഡ് തിരിച്ച് പ്ലെയിൻ ഫോമാറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ മുന്നിൽ തുറന്നു കിടക്കുന്ന ആകെ ഒരു ഓപ്ഷൻ. പക്ഷേ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നടക്കാത്തൊരു സംഭവമാണ്. പിന്നെ ഈ ഹാക്കേഴ്സ് എങ്ങനെയാണ് നമ്മളുടെ ഇത് പ്രൈവസി ഹാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങളുടേലുള്ളത് ഒരു സിമ്പിൾ പാസ്വേഡ് ആണെങ്കിൽ, അതായത് നിങ്ങളുടേലുള്ളത് കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന പാസ്വേഡ് ആണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാം. സിമ്പിൾ പാസ്വേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 അതൊരു സിമ്പിൾ പാസ്വേഡ്. പിന്നെ ടെസ്റ്റ് 1 2 3 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റ് 1 2 3 അത് സിമ്പിൾ പാസ്വേഡാണ്. അതുപോലെ തന്നെ പാസ്വേഡിൻ്റെ അവിടെ ചില ആൾക്കാർ പാസ്വേഡ് എന്ന് തന്നെ കൊടുക്കും. പാസ്വേഡ് എന്താ ചോദിച്ചാൽ, നിൻ്റെ പാസ്വേഡ് എന്താ ചോദിച്ചാൽ ആ പാസ്വേഡ് തന്നെ അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള പാസ്വേഡ്സ് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് സിമ്പിളായിട്ട് ഇത് ഹാക്ക് ചെയ്തെടുക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, റെയിൻബോ ടേബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇതിൽ സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള പാസ്വേഡ്സിൻ്റെ എൻക്രിപ്റ്റഡ് ഫോം ഇതിൽ കാണും. അതായത് ഇപ്പോൾ 1 2 3 4 5 6 7 8 ഇതൊരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പാസ്വേഡാണ്. അപ്പോൾ ഇതിൻ്റെ എൻക്രിപ്റ്റഡ് ഫോം ഇതിൽ കിടക്കും, അതായത് ഈ റെയിൻബോ ടേബിളിൽ കിടക്കും. അപ്പോൾ ഈ ഹാക്കർ ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഇയാൾ കണ്ടുപിടിച്ച മറ്റേ എൻക്രിപ്റ്റഡ് പാസ്വേഡ് ഇതിനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതിൽ നിന്നുള്ള പാസ്വേഡ് എടുത്തിട്ട് ആൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് ഈസി ആയിട്ട് അതിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു വെബ്സൈറ്റ് ഉണ്ട്, crackstation.net എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പാസ്വേഡ് സേഫ് ആണോ അല്ലയോ എന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വയം ചെയ്യുക. ടേക്ക് ഇറ്റ് അറ്റ് ഓൺ യുവർ റിസ്ക്, ഓക്കെ, യുവർ ഓൺ റിസ്ക്. അപ്പോൾ ചെയ്യണമെന്ന് പറയുന്നില്ല, ചെയ്യുന്നവർക്ക് ജസ്റ്റ് പ്രിഫറൻസിന് വേണ്ടിയിട്ടൊന്നും ചെയ്ത് നോക്കാം, സീനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കോമൺ പാസ്വേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹാക്കേഴ്സിനെ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏതൊരു സിമ്പിൾ ഹാക്കറിനും നിങ്ങളുടെ അക്കൗണ്ട് ഈസി ആയിട്ട് ഹാക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് തന്നെ ഇട്ടെന്ന് വിചാരിക്കുക. സ്ട്രോങ് ആയിട്ടുള്ള അല്ല, കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത, അതായത് 1 2 3 4 5 6 7 8 അതുപോലത്തെ പാസ്വേഡ് അല്ല നിങ്ങൾ ഇട്ടിരിക്കുന്നത് എങ്കിലും നിങ്ങളുടെ പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോഴാണ് ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് നേരത്തെ എടുത്ത ഇൻഫർമേഷൻസ് ഇല്ലേ, അതായത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, ഏജ്, ജെൻഡർ, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസും നിങ്ങളുടെ പാസ്വേഡും കൂടിയിട്ട് ഒന്ന് മാച്ച് ചെയ്ത് നോക്കും. ഇപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇപ്പോൾ പറയുകയാണെങ്കിൽ gautam132@gmail.com എന്നാണെങ്കിൽ gautam132 അഥവാ gautam123 എന്ന് പാസ്വേഡ് സെർച്ച് ചെയ്ത് നോക്കും. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് gautam123 എന്നാണെങ്കിൽ ജസ്റ്റ് ഇവർ ഒന്ന് മാച്ച് ചെയ്ത് നോക്കും, വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കും gautam123. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് മാച്ച് ആവുകയാണെങ്കിൽ ലോഗിൻ ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ ഏജും നിങ്ങളുടെ പേരും കൂടിയിട്ട് നോക്കി നോക്കും. ഇപ്പോൾ ഗൗതമിന് ഒരു 18 വയസ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഗൗതം 18 എന്ന് സെർച്ച് ചെയ്ത് നോക്കും. അപ്പോൾ അത് ക്രാക്കായി. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഏജോ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സോ നിങ്ങളുടെ പേരുമായിട്ട് മാച്ച് ഇല്ലാത്ത പാസ്വേഡ്സ് മാക്സിമം ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഒരു പാസ്വേഡ് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങളുടെ പേര് ഗൗതം എന്നാണെങ്കിൽ നിങ്ങൾ ഒരു വിധത്തിലും ഗൗതമിനായിട്ട് മാച്ച് ഇല്ലാത്തൊരു സംഭവമാണ് ഇടാം. ഇപ്പോൾ onlight@gmail.com ഇടണമെന്നില്ല, onlight132 ## നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് ഹാഷ് ഡോളറിൻ്റെ ചിഹ്നം, അതുപോലെ തന്നെ ഒരുപാട് സിമ്പിൾസ് നമുക്ക് കീബോർഡിൽ ലഭ്യമാണ്. ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, മിക്ക ആൾക്കാരും അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ഇടാൻ നേരം ഇത്തരത്തിലുള്ള സൈൻസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പാസ്വേഡ് ജസ്റ്റ് അമൽ എന്ന് മാത്രമാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ജസ്റ്റ് അമൽ എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അമലിന് മുന്നേ ഒരു ##, അതൊരു റൈമാണ്, ## എന്നിടുക. എന്നിട്ട് അമൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ## എന്ന് കൊടുക്കുക. അപ്പം ഹാക്കറിന് പെട്ടെന്ന് കിട്ടത്തില്ല ഇത് #ആണോ ആണോ, കാരണം എല്ലാം എൻക്രിപ്റ്റഡ് ആയിട്ടാണ് സെർവറിലോട്ട് പോകുക. അപ്പോൾ ഇത് ഡീകോഡ് ചെയ്തെടുക്കാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഇത്രയും പാസ്വേഡിൻ്റെ നീളം കൂട്ടി കിട്ടും, നിങ്ങൾ മറക്കത്തില്ല. കാരണം ## അത് നിങ്ങൾ മറക്കത്തില്ല, അതൊരു റൈം പോലെയാണ്. പിന്നെ നിങ്ങളുടെ പേര് അതുപോലത്തെ എന്തെങ്കിലും മാച്ച് ആവുന്ന, അത് നിങ്ങളെപ്പോഴും മറന്നു പോകാത്ത ഒരു സംഭവമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളെ ഇഷ്ടപ്പെട്ട കളർ വേണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയുടെ പേരോ, അതുപോലെ തന്നെ
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ കൊച്ചിൻ്റെ പേരോ അത്തരത്തിലുള്ള സിമ്പിൾ നിങ്ങളെപ്പോഴും ഓർത്തിരിക്കാൻ സാധ്യതയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇത്തരത്തിലുള്ള റൈംസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇത് റൈം വേണമെങ്കിൽ നമുക്ക് മാറ്റി പിടിക്കാം. ഹാഷ് സ്റ്റാർ എന്നുള്ളത് സ്റ്റാർ ഹാഷ് എന്നാക്കാം. അതുപോലെ തന്നെ സ്റ്റാർ ഹാഷ് പിന്നെ ഒരു ഡോളറിൻ്റെ ചിഹ്നം, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാസ്വേഡ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡോളറിൻ്റെ ചിഹ്നം, ഹാഷ് സ്റ്റാർ അങ്ങനെയുള്ള എന്ത് റൈംസ് വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇത്തരത്തിലുള്ള റൈംസ് എല്ലാം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് അൾട്രാ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡായിട്ട് മാറും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുവാണെങ്കിൽ ദയവേത് ഗൈസ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സൈഡ് കാണുന്ന ബെല്ലൈക്കനോട് ഞെക്കി വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ബൈ.